സാറിൻ്റെ ഹോൾ ജേർണിയിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു അല്ലെങ്കിൽ അത് ചെയ്തിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് നല്ല രീതിയിൽ താഴ്ചയിലേക്ക് പോയൊരു ഡിസിഷൻ എന്തായിരിക്കും? ഡിസിഷനല്ല, ഞാൻ 19-ാമത്തെ വയസ്സിൽ, അതായത് 1999, 20 വയസ്സാവണം, അപ്പോഴാണ് ബിസിനസ്സിലേക്ക് വരേണ്ടത്. ഫാദറിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു. അപ്പോൾ ഫാദറിന് വേറെ റെസ്റ്റോറൻറ്റ്, എനിക്ക് വേറെ, അങ്ങനെയാണ് നമ്മളിത് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി മുന്നോട്ട് പോലെ 2004 കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ, ഞങ്ങൾ യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ പാതി വഴിയിൽ വെച്ച് കാറിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈവൻ വീടിൻ്റെ ഗേറ്റിൻ്റെ കീ വരെ ഫാദറിൻ്റെ കയ്യിലാണ്. ആ സമയത്ത് ഗുഡ് ബൈ പറഞ്ഞ് പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, മൂത്താൾ ഞാനാണ്. അങ്ങനെ ഞങ്ങൾ ഫാദറിനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു കാറിൽ നിന്ന് മരിച്ചു എന്ന് പറയണം. അങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അവിടെ പറഞ്ഞു പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയിക്കോ, കൊടുങ്ങല്ലൂർ മോഡേൺ ഹോസ്പിറ്റലായിരുന്നു, അങ്ങനെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരുന്നു, മരിച്ചിട്ട് കൊണ്ടു ചെല്ലാണല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലൊന്ന് സ്കോർപ്പിയോ വാഹനമായിരുന്നു, ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കൂടെ എൻ്റെ വൈഫും അനിയനും ഉമ്മയും എൻ്റെ ചെറിയ മോനും ഉണ്ടായിരുന്നു. അനിയനും ഉമ്മയും വൈഫും ഒറ്റയടിക്ക് ബോധം കെട്ടുവരും, മരിച്ചു എന്ന് കേട്ടപ്പോൾ സ്ട്രെസ് താങ്ങാൻ പറ്റാണ്ട്. സമയം രാത്രി 12:30 സമയമാണ്. പെട്ടെന്ന് കൊണ്ടുപോകും. അപ്പോൾ ചോദിച്ചു ആംബുലൻസ് ഇല്ലെന്ന് ഹോസ്പിറ്റലിൽ, പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം. വേറെ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറുന്നു. അപ്പോൾ ഏറ്റവും ബാക്ക് സീറ്റ് 3 തട്ട് സ്കോർപ്പിയോ ഒക്കെ ഉണ്ട്. ഏറ്റവും ബാക്കിൽ വൈഫിനെയും ബ്രദറിനെയും ഉമ്മേനെയും കൂടെ ലോക്ക് ചെയ്തിടുന്നു. അങ്ങനെ അപ്പം തന്നെ എൻ്റെ 2 ഫ്രണ്ട്സിനെ അടക്കണം, ചോദിച്ചു ഒന്ന് വരുമെന്ന് ചോദിച്ചു. അങ്ങനെ സെൻറ്റർ സീറ്റിൽ എൻ്റെ ഫ്രണ്ട്സിനെ കയറ്റിയിട്ട് ആ ഡെഡ് ബോഡി നേരെ സെൻറ്ററിൽ കയറ്റി വെക്കണം. എന്നിട്ട് വീട്ടിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കണണ്ട. കാരണം സാധാരണ ഫാദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അകൽച്ച ഉണ്ടാവും. ഇത് എൻ്റെ കൂടെ എന്തിനും കൂടെ എന്താണെന്ന് വെച്ചാൽ ഏതാണെന്ന് ചോദിക്കുന്ന രീതിയിൽ അതിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. ആ പെട്ടെന്നുള്ള മരണം എനിക്ക് അങ്ങോട്ട് താങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ചിന്തിച്ചത് ഇവിടെ ഞാൻ തളർന്ന മൊത്തത്തിൽ എൻ്റെ അച്ഛൻ്റെ ശരീരം കീറി മുറിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒന്നും ചിന്തിക്കാതെ അങ്ങോട്ട് ഒരു ധൈര്യം കിട്ടണം. അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് ഏകദേശം വീട്ടിലേക്ക് 8 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഓടിച്ചുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ നാളെ എന്ത് ചെയ്യും? കാരണം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ എക്സ്പേർട്ട് ആയിട്ടില്ല. കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഫാദർ തന്നെയാണ്, എല്ലാ വഴിയും പറഞ്ഞൊക്കെ അച്ഛൻ തന്നെയാണ്. വാപ്പയുടെ പെട്ടെന്നുള്ള മരണം കൊണ്ട് നാളെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഡെഡ് ബോഡിയും കൊണ്ട് ചെല്ലുമ്പോൾ ഗേറ്റ് തുറക്കാൻ കീയില്ല എൻ്റെ കയ്യിൽ. അങ്ങനെ ഫാദറിനെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ എവിടെ നിന്നോ കീ കിട്ടുന്നു. അങ്ങനെ കീ ഓപ്പൺ രാത്രി സമയമാണ്. കാരണം ഇവരെ മടിയിലാണ്, ഫ്രണ്ട്സിൻ്റെ മടിയിലാണ് അച്ഛൻ ഡെഡ് ബോഡി കിടക്കണം. പിന്നെ ചെല്ലുന്നു, കൈയും കാലും വരയ്ക്കുന്നു. അങ്ങനെ ഡോർ തുറന്ന് അകത്ത് കയറുന്നു. അങ്ങനെ കട്ടിലൊക്കെ എടുത്ത് സെറ്റാക്കി ഇടുന്നു. ഒന്ന് ആലോചിച്ചു, ആ സമയത്ത് ഉണ്ടായിരുന്നൊരു സംഭവമുണ്ട്. പിന്നെ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മരിച്ചപ്പോൾ നഷ്ടപ്പെട്ടു എന്ന തോന്നലുണ്ടായപ്പോൾ എനിക്ക് തോന്നിയത് ബാപ്പയ്ക്ക് ഒരുപാട് നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട്, ചില ആളുകൾ വലിയ ലക്ഷ്യങ്ങളായിട്ടോട് വരുമ്പോൾ ഒരു പക്ഷേ അവരുടെ ശരീരം വേർപിരിഞ്ഞ് പോകുമ്പോൾ ഒരാത്മാവിന് ഇവിടെ എന്തൊക്കെയോ ബാക്കി വെച്ചിട്ട് പോവാം. അപ്പം ഞാൻ ചിന്തിച്ചത് എൻ്റെ അച്ഛനിവിടെ വാപ്പയ്ക്ക് എന്തൊക്കെയോടെ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അതൊരു തോന്നൽ എൻ്റെ കൈ കിട്ടണം, തളരരുത് എന്നൊരു മെസ്സേജ് കൂടെ കിട്ടണം. അങ്ങനെ എല്ലാ കാര്യത്തിലും മുമ്പോട്ട് നിന്ന് എല്ലാം ധൈര്യമായിട്ട് നേരിട്ടു. പിന്നൊരു പ്രയാണമായിരുന്നു. പക്ഷേ 2010 അവസാനത്തിലാണ് ഞാൻ തിരിച്ചറിയണത് 14 ഹോട്ടലുണ്ട്. പക്ഷെ എവിടെയോ എന്തൊക്കെയോ താളപ്പിഴവ് സംഭവിച്ചപ്പോൾ ഞാനൊന്ന് വെറുതെ ഒരു ഓഡിറ്റിംഗ് നടത്തിയപ്പോഴാണ് 4,25,00,000 രൂപ ലയബിലിറ്റിയിൽ നിൽക്കുക കമ്പനി. ആകെ പേർ പറഞ്ഞു ഒരു മാസം പട്ടിണി കിടക്കണമെങ്കിൽ 22,86,000 രൂപ വേണം ഒരു മാസം. ഹോട്ടലുണ്ട്, ഓക്കെയാണ്, കാറ്ററിംഗ് ഉണ്ട്. പക്ഷേ ഈ ഒരു ലയബിലിറ്റി കൂടുക. ഇത് ഈ സംഭവം കൊണ്ട് മുന്നോട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ അവസ്ഥയിൽ സത്യം പറഞ്ഞ ഒന്ന് പതറി. അപ്പം അന്ന് ചിന്തിച്ച് നാട് വിടണോ സൂയിസൈഡ് ചെയ്യണോ, ഈ 2 ഓപ്ഷൻ മുമ്പിലുള്ളൂ, മൂന്നാമത്തെ ഓപ്ഷൻ ഇല്ല. കാരണം അത് ബാങ്ക് ലോണും ഒക്കെ ആ സമയത്ത് അറിയില്ല, കിട്ടുന്നിടത്തൊക്കെ ലോൺ എടുക്കും. അങ്ങനത്തെ ഒരു സാഹചര്യം മുമ്പിലുണ്ടായിരുന്നു. അവിടെയും ചിന്തിച്ചത് എൻ്റെ കൂടെ ഇത്രയും പേരുണ്ട്,
എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന അന്ന് എനിക്ക് തോന്നുന്നു മുൻനിരയിൽ 11 പേര് എൻ്റെ കൂടെയുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതാ ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണിപ്പോൾ. നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഞാനൊന്ന് സ്കൂട്ടായ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നോക്കി മുന്നോട്ട് പോകാം. ഞാൻ ചിലപ്പോൾ 2 ഓപ്ഷൻ തരുന്നു, നാട് വിടും, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. അതല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ, നിങ്ങളെൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്കിതിനെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 11 പേരെന്നൊരു ശക്തിയുണ്ട്, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇറക്കിറങ്ങിയിട്ട്, അതായത് 23 മാസം കൊണ്ട് ഈ ലയബിലിറ്റീസ് എല്ലാം അടിച്ചു നീക്കിയെന്ന് വെച്ചാൽ 1 രൂപ കടമില്ലാത്ത കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുന്നുള്ളതാണ്. അപ്പം എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു 4.25 കോടി രൂപ എന്നുള്ളത് ഒരു വലിയ സംഭവമായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചത് 4.25 കോടി രൂപ കടം വീട്ടാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇനി 4.25 കോടി ഉണ്ടാക്കിക്കൂടാ? അതൊരു പ്രതിസന്ധി എന്ന് പഠിച്ചൊരു പാഠമാണ്. അപ്പം എനിക്ക് കിട്ടിയ മെസ്സേജ്, ദൈവം നമ്മൾക്ക് എന്തെങ്കിലും തരാൻ തീരുമാനിച്ചാൽ അത് വലിയൊരു പ്രതിസന്ധിയുടെ രൂപത്തിൽ തരുള്ളൂ. ഇപ്പോൾ എനിക്ക് എന്തൊരു വലിയ സംഭവം തരാൻ വേണ്ടി പോകണം, ഇതൊരിക്കലും ഒരു ഗിഫ്റ്റ് പാക്കിൽ റാപ്പ് ചെയ്തിട്ട് റിബൺ കെട്ടിയിട്ട് കൊണ്ടുതരില്ല അല്ലേ. അത് ഒരു വലിയ പ്രതിസന്ധിയുടെ രൂപത്തിൽ തരുള്ളൂ. ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഇവർക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ദൈവം പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണമായിരുന്നു 2010-11 കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയത്. പക്ഷെ അന്ന് ഞാൻ ഒളിച്ചോടിയിരുന്നെങ്കിലോ? അപ്പം എനിക്ക് ഏത് ബിസിനസ്സുകാരോടായിക്കോട്ടെ മറ്റുള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കൂടുതൽ പ്രതിസന്ധി വന്നോ, ഒറ്റ കാര്യം ചിന്തിച്ചോ, വലുത് എന്തോ നിങ്ങൾക്ക് ദൈവം തരാൻ വേണ്ടി പോകുന്നതിന് സൂചനയാണത്. ആ സൂചന കിട്ടിയതിൻ്റെ പേരിലാണ് അന്ന് അതിനെ ഓവർകം ചെയ്ത് 2 വർഷം കൊണ്ട് എനിക്കത് വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷേ അന്ന് എൻ്റെ കൂടെ അവർ നിന്ന്. അപ്പം എന്ത് പറയും, നമുക്ക് എന്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴും ഇൻ്റഗ്രേറ്റേഴ്സ് എന്ന് പറയും, നമ്മുടെ കൂടെ നിൽക്കാനായിട്ട്. അന്ന് അവരെൻ്റെ കൂടെ നിന്നു. എല്ലാത്തിനും നമുക്ക് രക്ഷകനായിട്ട് ദൈവം പറഞ്ഞേക്കണമെന്ന് പറയും. അതും അക്ഷരാർത്ഥത്തിൽ കറക്റ്റായി എന്നുള്ളതാണ്. അങ്ങനെ അവിടെ നിന്നൊരു പോക്കായിരുന്നു.